മലയാളി എന്ന നിലയിൽ സഞ്ജു സാംസണ് വേൾഡ് കപ്പ് ടീമിൽ സെലക്ഷൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സഞ്ജുവിനെ അനുകൂലിച്ചും ഋഷഭ് പന്തിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ ഒരുപാട് ഡിസ്കഷൻസും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അന്നും ഇന്നും തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു രണ്ടുപേരും ഡിസർവിംഗ് ആണ്. ഗോഡ്സ് ഗ്രേസ് രണ്ടുപേരും കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. രണ്ടുപേരും ഒരുപാട് അടുത്ത് കാണാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു ഫോർമാറ്റീവ് ഒരു പ്ലേയേഴ്സ് വന്നതും രണ്ടുപേരുടെയും അണ്ടർ 16 NCA നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെയും സഞ്ജു ഈ ഋഷഭ് പന്തിന്റെയും ഒക്കെ ഉള്ള അണ്ടർ 19-ലായിരുന്നപ്പോഴുള്ള വിക്കറ്റ് കീപ്പേഴ്സിന്റെ ഒരു നാഷണൽ ക്യാമ്പൊക്കെ ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇവർ രണ്ടുപേരും ടോട്ടലി ഡിഫറന്റ് ആയിട്ടുള്ള ടെക്നിക്കിലും അപ്രോച്ചിലും വളരെ വ്യത്യാസമായിട്ടുള്ള വളരെ ഫ്ലാംബന്റ് ആയിട്ടുള്ള രണ്ട് ക്രിക്കറ്റേഴ്സാണ്. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പൊ സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇന്ത്യൻ ടീമിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കൊല്ലം യൂസ് വെരി കാം ആൻഡ് അഷ്വേർഡ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ട് ജയ്പൂർ വെച്ച് മത്സരം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ടെക്നിക് ഇസ് ദ സെയിം, ഒരു വ്യത്യാസം വന്നിട്ടില്ല. സ്റ്റിൽ സ്മൂത്ത് ആസ് സിൽക്ക്. എന്താ പറയുക, ബട്ട് ബിഗ് ഡിഫറൻസ് എന്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെച്യൂറായി, ആസ് എ ക്രിക്കറ്റർ മെച്യൂറായി, ടെക്നിക്ക് സ്റ്റെബിലൈസ്ഡ് ആയി. ടാക്ടിക്കലായിട്ടാണെങ്കിൽ ഗെയിമിന്റെ അകത്തുള്ള സ്വിംഗ് മൂവ്മെന്റ്സ് ഉണ്ട്. ഈ ഓവറിൽ വിക്കറ്റ് പോയാൽ ചിലപ്പോൾ ഈ ടീം ജയിക്കും. ക്യാപ്റ്റൻ രീതിയിൽ മനസ്സിലാക്കി തക്കതായ ബോളേഴ്സ് കൊണ്ടുവരുന്ന ഒരു ക്യാപ്റ്റനായിട്ടും ബാറ്റ് ചെയ്യണ സമയത്ത് സ്വിംഗ് മൂവ്മെന്റ്സും സ്വിംഗ് ഓവേഴ്സും മാക്സിമൈസ് ചെയ്ത് ടീമിനെ ജയിപ്പിക്കാനായിട്ട് വളരെയധികം വ്യഗ്രത കാണിക്കുന്ന ഒരു പ്ലെയറായിട്ട് കാണാം. വളരെ ടോട്ടൽ റൗണ്ടഡ് ആയിട്ടുള്ള ഇമ്മൻസ്ലി വൈസ് ആൻഡ് മെച്യൂർ ബിയോണ്ട് ഹിസ് ഇയേഴ്സ് കളിച്ചിട്ടുള്ള ഇന്റർനാഷണൽ മാച്ചസിനെക്കാട്ടിലൊക്കെ ഉപരിയായി ഒരു 100 T20 ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ച ഒരു വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ ഒരു 8 കൊല്ലം ഇന്ത്യക്ക് വേണ്ടി സ്ഥിരമായി കളിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് തോന്നിയിരുന്നത്. ബാറ്റിംഗ് ആകുമ്പോഴത്തേക്കും ഒരു പ്ലെയർ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴല്ലേ ബോൾ ചെയ്യാൻ വരുമ്പോൾ ദേർസ് എൻ ഓറ അബൌട്ട് ഹിം, ഒരു പ്രൊഫഷണൽ ഓറ. ഇറ്റ് വാസ് വെരി വെരി വിസിബിൾ. വളരെ വളരെ സന്തോഷമുണ്ട് കിട്ടിയ ചാൻസ്. തീർച്ചയായിട്ടും മലയാളി ഉള്ളപ്പോഴൊക്കെ വേൾഡ് കപ്പ് ജയിക്കുമെന്ന് സുനിൽ വത്സൻ തൊട്ട് ശ്രീശാന്ത് തൊട്ട് അങ്ങനെ സഞ്ജു ഉള്ള ടീം വേൾഡ് കപ്പ് ജയിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.